നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിലേക്ക് ഏവരും കടക്കുകയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും വിഭിന്നമായ ഫലങ്ങൾ വന്ന് ചേരുന്നതുമാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ അത്തം നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2024 അത്തം നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നത് പൊതുഫലം മാത്രമാണ് എന്ന കാര്യം ആദ്യമേ ഏവരും അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. എന്നിരുന്നാലും 80% വ്യക്തികൾക്കും ഇത് ബാധകമാകും എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. 2024 അത്തം നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. വിയോഗങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതായത് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, അത്തരത്തിൽ ആരുടെയെങ്കിലും അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധു അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ അത്തരത്തിൽ ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ചില വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യത, അത് വളരെ ഇഷ്ടപ്പെടുന്ന വസ്തുക്കളാകാം. അത്തരത്തിലുള്ള ചില സാധ്യതകൾ ഉണ്ട് എന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. എന്നാൽ ചിങ്ങത്തിന് ശേഷം ഈ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായി തന്നെ ഭവിക്കും. പകുതി വരെ വളരെയധികം ശ്രദ്ധ പുലർത്തുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വിദ്യയിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്ന സമയം കൂടിയാണ് എന്ന് പറയാം. എന്നാൽ ഈശ്വരാധീനം കുറയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ ആ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുന്നതും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഞാൻ ഈ പറയുന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ഈ സമയം ചെയ്യേണ്ട ഒരു വഴിപാടാകുന്നു. അടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് എങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭഗവാന് തുളസിമാല ചാർത്തുക എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. സരസ്വതി ദേവിക്ക് നെയ്വിളക്ക് നടത്തുന്നതും സവിശേഷമാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ, ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ മാറ്റങ്ങൾക്ക് കാരണമാകും എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ആവശ്യഘട്ടങ്ങളിൽ സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും സാഹചര്യം ഒരുങ്ങുന്നു എന്നതാണ് നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം. അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാകാം. പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടി വരിക. മനോവിഷമതകൾ ഈ സമയം അല്പം കുറയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ വിവാഹ ജീവിതം തൃപ്തികരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. എന്നാൽ ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം പ്രകടിപ്പിച്ചില്ല എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. കർമ്മരംഗവുമായി നോക്കുകയാണ് എങ്കിൽ ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കർമ്മരംഗത്ത് ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. അതിനാൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന വഴിപാട് നിങ്ങൾ നടത്തുക. മാറ്റങ്ങൾ പ്രകടമാവുക തന്നെ ചെയ്യും. അടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് എങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തീർച്ചയായും നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമോ ഇപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. കൂടാതെ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിളക്ക് വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ ഈ 2 വഴിപാടുകൾ കഴിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകുവാൻ ഒരു പരിധിവരെ സഹായകരമാകും എന്ന് തന്നെ പറയാം. എടുത്തുചാട്ടങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും. അതിനാൽ തന്നെ എടുത്തുചാട്ടം അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല, പൂർണ്ണമായും ഒഴിവാക്കണം.
അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് നിറയും. അതായത് പല പ്രശ്നങ്ങളും ഒഴിവാവുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ കാര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. സന്താന സൗഖ്യം ജീവിതത്തിൽ വന്ന് ചേരുന്ന ഒരു വർഷം കൂടിയാണ് 2024. ദമ്പതികൾക്ക് സന്താനഭാഗ്യം വന്നു ചേരുന്ന അസുലഭമായ വർഷം കൂടിയാണ് 2024. പുതുവർഷത്തിൽ ഇത്തരത്തിലൊരു സൗഭാഗ്യം ദമ്പതികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാഗ്യമുണ്ട് എങ്കിലും സ്വന്തം കർമ്മത്താൽ അത് തട്ടിത്തെറിച്ച് പോകുന്ന അവസ്ഥ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തീർച്ചയായും ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മാത്രമേ ഏത് കാര്യത്തെയും സമീപിക്കുവാൻ പാടൂ. കാരണം നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളാണ് തട്ടിത്തെറിച്ച് പോവുക. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. നിങ്ങളുടെ സംസാരത്താലോ പ്രവൃത്തിയാലോ ഇത്തരത്തിൽ സംഭവിക്കാം. അതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ഒരുപാട് നാളത്തെ നടക്കാത്ത ആഗ്രഹങ്ങൾ നടക്കും എന്ന കാര്യമാണ് പറയുവാൻ സാധിക്കുക. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ചിങ്ങമാസത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ചിങ്ങമാസത്തിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും. ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ധനനേട്ടങ്ങൾക്ക് ഈ സമയം സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ ഉയർച്ച തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാകുന്നു. അതേപോലെ വളരെ ആഗ്രഹിക്കുന്ന വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ ചിങ്ങത്തിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. അതിനാൽ വീട്, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് തന്നെയാകുന്നു. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ലോൺ പാസ്സാവുക, അത്തരത്തിലുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ വീട് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യങ്ങളെ തന്നെയാകുന്നു. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇത്തരം അസുഖങ്ങൾ മാറുന്നതാകുന്നു. എന്നിരുന്നാലും പകർച്ചവ്യാധി കുടുംബത്തിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. കുടുംബത്തിൽ നിന്നും പലപ്പോഴും അവഗണന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അത്തരം കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ അതുമായി ബന്ധപ്പെട്ട് മനസ്സിന് വിഷമം തട്ടുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാകുന്നു. സൽകീർത്തി വർദ്ധിക്കുന്നതാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സൽകീർത്തി വർദ്ധിക്കുന്ന ഒരു വർഷമാണ് 2024 എന്ന വർഷം. രാഷ്ട്രീയപരമായി നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ജനങ്ങൾക്കിടയിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ, വളരെയധികം സ്വീകാര്യത ലഭിക്കുന്ന സമയം കൂടിയായി മാറും. പല പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അഭിനന്ദനങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. അംഗീകാരങ്ങൾ തേടിയെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ അത്തരം പ്രവൃത്തികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. വിദേശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. വിദേശത്ത് ജോലി ലഭിക്കുക, അതേപോലെ തന്നെ വിദേശത്തേക്ക് പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാൻ സാധിക്കുക, അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് 2024. ബിസിനസ് പരമായി നോക്കുകയാണ് എങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങൾ അനുകൂലമാവുകയും ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. അതിനാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് 2024 എന്ന് തന്നെ പറയാം. എന്നാൽ കൂട്ടുകച്ചവടം ചെയ്യുന്നത് അഥവാ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നത് ഇവർക്ക് അനുകൂലമായി ഭവിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റുള്ളവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ നിൽക്കരുത് എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ സ്വയം തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ വിജയം കാണണം എന്നില്ല. നഷ്ടങ്ങളും അതേപോലെ തന്നെ മാനഹാനിയും സംഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നിങ്ങൾ തിരിച്ചറിയേണ്ടതാകുന്നു. ചതിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ ചതിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുമൂലം സാമ്പത്തിക നഷ്ടങ്ങൾ,
അതേപോലെ തന്നെ മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും സ്വയം ഏറ്റെടുക്കുവാൻ ശ്രമിക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് എങ്കിൽ ധനനഷ്ടം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ചതി സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. കൃത്യനിഷ്ഠ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിരുന്നാൽ മാത്രമേ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കൂ. ആ കാര്യവും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. അപകട സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിക്കുവാൻ ഇത്തരത്തിൽ സംഭവിക്കുന്നതിലൂടെ അത് കാരണമാകും. അതിനാൽ ഒരിക്കലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അശ്രദ്ധ പാടുള്ളതല്ല. മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. അപകട സാധ്യത പ്രധാനമായും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ജലം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപകട സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തിങ്കളാഴ്ച മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുവാൻ മറക്കാതിരിക്കുക. പ്രധാനമായും മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ വഴിപാട് നിങ്ങളുടെ പേരിൽ നടത്തുവാൻ ശ്രമിക്കുക. മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. ഈ ഫലങ്ങളാണ് പ്രധാനമായും അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക. അതിനാൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുകയും അതേപോലെ നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുക. ശുഭകരമായ വർഷം തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.